അത് ഏറ്റവും വലിയ ഒരു തീരാനഷ്ടമാണ് പണ്ഡിത ലോകത്തിന് ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അലിക്കാട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ജനറൽ സെക്രട്ടറി മാത്രമല്ല, പതിറ്റാണ്ട് കാലം ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മഹാപ്രതിഭ കൂടിയാണ്. അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വിദ്യാർത്ഥിയായിരുന്നു. അവിടെ തന്നെ അദ്ദേഹം അധ്യാപകനായി. അദ്ദേഹത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കാലത്താണ് സമന്വയ വിദ്യാഭ്യാസം കൂടുതലായും വ്യാപകമായത്. പക്ഷെ അദ്ദേഹം ദർസ് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഭൗതിക വിദ്യാഭ്യാസത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ആഴത്തിൽ പഠിക്കുകയും ഇംഗ്ലീഷ് ഭാഷയും മറ്റ് ഉറുദു ഭാഷയൊക്കെ സ്വന്തം അത് കരസ്ഥമാക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യം എനിക്ക് വ്യക്തിപരമായി ഞാൻ 2-3 അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലിബിയയിലും അതുപോലെ മൊറോക്കോയിലും അതുപോലെ ഖത്തറിലൊക്കെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച സമയത്ത് ആ അന്താരാഷ്ട്ര സമൂഹത്തോട് സംവദിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാവീണ്യം, അദ്ദേഹത്തിന് അറബി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും, അതുപോലെ ഇസ്ലാമിക വിഷയത്തിൽ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളിലുള്ള പഠനവും ആഴവും ഒക്കെ നമ്മളൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്നതാണ്. ഇതൊക്കെ ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഈജിപ്തിലേക്കൊരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ അന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തപ്പോൾ അദ്ദേഹം പ്രതിനിധിയായി അയച്ചിരുന്നത് ആലിക്കുട്ടി മുസ്ലിയാരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഇംഗ്ലീഷ് പത്രം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പണ്ഡിതന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ചർച്ചയൊക്കെ നടത്തി. ഇവിടെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിദ്യാഭ്യാസ നവീകരണത്തിൻ്റെ ഒക്കെ ഒരു വക്താവ് അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വളരെ സൗമ്യനായിക്കൊണ്ട് അദ്ദേഹം എല്ലാവരും പെരുമാറുകയും ഒരു ശത്രുതാ മനോഭാവം ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലും അതുപോലെ നമ്മുടെ സംഘടനയ്ക്ക് ഒരുപാട് പിളർപ്പുകളൊക്കെ ഉണ്ടായപ്പോഴും അതൊന്നും വ്യക്തിപരമായി യാതൊരു വിധ പ്രകോപനങ്ങളോ വ്യക്തിപരമായ പരാമർശങ്ങളോ അദ്ദേഹം നടത്താറില്ല. അദ്ദേഹം എന്നും ഒരു സ്വാത്വികനായി ജീവിക്കുകയും ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പാണക്കാടേക്ക് അദ്ദേഹം ഉടൻ വരും. അതുപോലെ ഇപ്പോഴും അദ്ദേഹത്തിന് പിതാവിൻ്റെ മരണശേഷം ഹൈദർ അലി ശിഹാബ് തങ്ങളുമായും ഉമർ അലി ശിഹാബ് തങ്ങളുമായും അതുപോലെ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും ഒക്കെ ആ ഒരു ബന്ധം അദ്ദേഹം ഞങ്ങളോട് കാണിക്കാറുണ്ട്, ആ ബഹുമാനം ഞങ്ങളോട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം എന്ന് ജീവിച്ച് കാണിച്ച ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. ഒരു പണ്ഡിതനേക്കാൾ ഒരു പ്രതിഭയായിക്കൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് കഴിവുകളുള്ള ഒരു വിദേശത്തു നിന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ സമയത്ത് അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ വരുത്തുകയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിലൊക്കെ മെമ്പറായ സമയത്തൊക്കെ കേരളത്തെ പ്രതികരിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ. അപ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അഭിമാനമായി മാറിയിട്ടുള്ള ഒരു വലിയ ഒരു നേതൃപാടവമുള്ള ഒരു പണ്ഡിതൻ കൂടിയാണ് നമുക്കിന്ന് നഷ്ടമായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും അദ്ദേഹം എല്ലാ തലമുറയുടെയും അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 10 വർഷമായി നയിക്കുന്നത് കഴിഞ്ഞ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ബഹുമാനപ്പെട്ട മുസ്ലിം തങ്ങളോടൊപ്പം അതിന് മുന്നേ ഉള്ള നേതാക്കളോടൊപ്പം ഒക്കെ തന്നെയും ആ സമസ്ത മുഷാവറ അംഗമായിട്ടും അതുപോലെ ഭാരവാഹിയായൊക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് ഈ സമസ്തക്ക് വലിയ രീതിയിൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാണക്കാട് കുടുംബവുമായിട്ട് വളരെ ഒരു അടുത്ത ബന്ധം പാണക്കാട് കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം പാണക്കാട് കുടുംബമായിട്ടുള്ളത് പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. കാരണം എപ്പോഴും കാണുന്നൊരു മുഖമാണ് പാണക്കാട്. എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആഴ്ചയിൽ 1-2 തവണ പിന്നെ ഞങ്ങൾ പിതാവുള്ളപ്പോൾ അവിടെ അദ്ദേഹം വരാറുണ്ട്. ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് മുതൽ തന്നെ. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെപ്പോഴുണ്ട്. ഇപ്പോൾ ആരോഗ്യമുള്ള ഈ ഒരു സമയത്തൊക്കെ തന്നെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെ വന്ന് പിന്നെ ഞങ്ങളോട് കാണിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ വന്ന് ചർച്ച ചെയ്ത് അവരോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരന് മുഹമ്മദ് ഫൈസി ആണെങ്കിലൊക്കെ പിന്നെ നമ്മുടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അതൊരു ബ്രിഡ്ജ് ആയിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ഒക്കെ ആ സമയത്ത് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഓർക്കാനുള്ളത്.